ന്യൂ ഇന്ത്യയുടെ പോർട്ടലിൽ ഒരു 2 വീലറിന്റെ പോളിസി ചെയ്യണതാണ് ഇനി നോക്കാൻ പോണത്. അതിനുവേണ്ടി യൂസർ നെയിം ഇവിടെ ഉണ്ട്, പാസ്വേഡ് ഇത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായി ഐഡന്റിറ്റി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കോളം ടിക്ക് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. അപ്പൊ നമ്മൾ വരുന്ന ഈ സ്ക്രീനില് ഈ ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. വേണമെങ്കിലൊക്കെ ഒന്ന് ആദ്യമാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഇതെന്താണ് ഈ തന്നിരിക്കുന്നതെന്ന് അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ 2 വീലർ നമ്മുടെ അടുത്ത് എടുക്കാത്തൊരു 2 വീലറാണ്. മറ്റേ നമ്മൾ റിന്യൂവൽസ് ആണ് കൊടുക്കുന്നത്. ഇനി എന്താ പുതിയ കഴിഞ്ഞ വർഷം ഇവിടെ എടുത്തിട്ടുള്ള നമ്മുടെ പോർട്ടലിൽ എടുത്തതാണെങ്കിൽ നമ്മൾ ഈ വർഷം റിന്യൂവൽ കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പോളിസി നമ്പർ അല്ലെങ്കിൽ കോട്ട് നമ്പർ അടിച്ചു കൊടുത്ത് സെർച്ച് കൊടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് വരും. അങ്ങനെയാണ് എടുക്കണേ. പുതുതായിട്ട് അടിക്കാൻ നേരത്തെ മോട്ടറിൽ പുതിയ ഒരു 2 വീലർ ആണെങ്കിൽ മോട്ടറിൽ നമ്മൾ 2 വീലർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ വരുന്നത് ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. ഡിയർ യൂസർ, ന്യൂ ക്യാൻ ഓഫർ RAK അതെന്ന് വെച്ചാൽ നമ്മുടെ റോഡ് സുരക്ഷാ പോളിസി ഈ കൂടെ എടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ സ്ക്രീൻ അങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇത് ഏറ്റവും പുതിയ 2 വീലറിന്റെ പോളിസി ഇത് ഷോറൂമിൽ നിന്ന് പുതിയതായിട്ട് വാങ്ങുമ്പോൾ എടുക്കണമെങ്കിൽ മാത്രമാണ് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത 2ാം വർഷമോ 3ാം വർഷമോ ഒക്കെ എടുക്കുന്ന പോളിസി ആണെങ്കിൽ റിന്യൂ എക്സിസ്റ്റിംഗ് പോളിസി ഫ്രം എനി ഇൻഷുറർ അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ അന്നേരം വണ്ടി നമ്പർ അടിച്ചു കൊടുക്കാൻ പറയും. നമുക്ക് എടുക്കാനുള്ള പോളിസിയുടെ വണ്ടി നമ്പർ വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേനും ഇവിടെ ഈ സബ്മിറ്റ് തെളിഞ്ഞു വന്നു. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിപ്പോ എന്താ പറയുക ന്യൂ കസ്റ്റമർ അല്ല, എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണ് കേട്ടോ. നമ്മുടെ പഴയ ഒരു കസ്റ്റമർക്കുടെ പോളിസിയാണ്. അയാൾക്ക് നേരത്തെ ഇവിടെ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് കസ്റ്റമർ കൊടുക്കുക. എന്നിട്ട് ഇൻഡിവിജ്വൽ അടിച്ചു കൊടുക്കണം. ഇൻഡിവിജ്വൽ ആണ് അയാള്. ഒരു ഫേമിന്റെ ഒക്കെ പേരിലാണെങ്കിൽ ഓർഗനൈസേഷൻ കൊടുക്കണം. ഒന്നല്ലെങ്കിൽ ആ പോളിസിയിലുള്ള PO കോഡ്. അപ്പൊ പഴയ പോളിസിയിൽ ഒരു PO കോഡ് കാണും. ഇനി അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അയാളുടെ മൊബൈൽ നമ്പർ കൊടുത്താലും മതി. മൊബൈൽ നമ്പർ കൊടുത്തു. നമ്മൾ സെർച്ച് ചെയ്യുവാണ്. അയാൾക്ക് ഇത്രയും PO കോഡുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിൽ നമ്മള് ഇയാളുടെ ഒരു PO കോഡ് ഇനി ഇപ്പൊ നേരത്തെയൊക്കെ ഇങ്ങനെ പറയാറില്ലായിരുന്നു. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഒരേ PO കോഡ് തന്നെ എല്ലാവർക്കും അയാൾക്ക് യൂസ് ചെയ്യണമെന്ന് എന്ത് പോളിസി വന്നാലും. അപ്പൊ നമ്മൾ നേരത്തെ അങ്ങനെ പറയാറില്ലാത്തതുകൊണ്ട് ഓരോ പ്രാവശ്യവും പോളിസി വരുമ്പോ ഓരോന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാറാണ് പതിവ്. നമ്മളൊരു PO കോഡ് ക്ലിക്ക് ചെയ്തു. അപ്പം അയാൾ പിന്നെ വരുന്ന ചോദ്യം പാൻ കാർഡ് ഉണ്ടോന്നാ. അതില്ല. ഉണ്ടെങ്കിൽ നമുക്ക് എസ് കൊടുത്ത് പാൻ നമ്പർ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് എടുക്കാം. ഇല്ലാന്ന് കൊടുത്ത് നോ കൊടുത്തു. അതിനുശേഷം അയാളുടെ എല്ലാ ഡീറ്റെയിൽസും കൂടെ വരും. പേരും ഫോൺ നമ്പറും എല്ലാം വന്നു. അതൊക്കെ നമ്മള് ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വന്നിട്ടുണ്ടാവും. സേവ് ചെയ്തു. അതിനുശേഷം വെഹിക്കിൾ ഡീറ്റെയിൽസ് ആണ് ഇനി അടിക്കാൻ പോണേ. ബാക്കി ഏത് വണ്ടിയാണല്ലോ ഒരാളുടെ പേരിൽ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഒന്ന് തന്നെയല്ലേ. അപ്പൊ നമ്മള് ഇവിടെ വണ്ടി നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരും. ക്യൂബിക് കപ്പാസിറ്റി, വണ്ടി ഏത് മോഡലാണ്, മേക്കാണെന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വാഹന്റെ സൈറ്റിൽ നിന്ന് ഫെച്ചായി വരുന്നതാണ്. അപ്പൊ സോൺ ഏതാണ്, സോണൊന്നും ഫെച്ച് ആവില്ല. അപ്പൊ നമ്മൾ അടിച്ചു കൊടുക്കണം. അത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ. പിന്നെ ഡേറ്റ് ഓഫ് ഫസ്റ്റ് പർച്ചേസ്, ഈ വണ്ടി എന്നാണ് ആദ്യമായിട്ട് വാങ്ങിയെന്നാണ് ചോദിക്കുന്നത്. ഇത് 2019 വണ്ടിയാ. നമ്മൾ 2019 അടിച്ചു കൊടുത്തു. ആഗസ്റ്റ് 8ാം മാസം ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുത്തു. ഡേറ്റ് ഇപ്പോഴത്തെ RC ബുക്കിലൊന്നും ഡേറ്റ് കാണിക്കൂല. ഇത് നമുക്ക് ഈ വാല്യൂ വരുന്നത് നമുക്ക് ഒന്നല്ലെങ്കിൽ 5% അങ്ങോട്ട് കൂട്ടാനോ 5% കുറയ്ക്കാനേ പറ്റുള്ളൂ. പിന്നെ ഓഫീസിലാണെങ്കിൽ കുറച്ചുകൂടി ചെയ്തു തരും. ഇതിപ്പോ ഈ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിന് സമയം കഴിഞ്ഞു കിടക്കണു. പിന്നെ പേര് മാറി വന്നതാണ്. അപ്പൊ ഇൻസ്പെക്ഷൻ അതായത് അത്യാവശ്യം. അപ്പൊ നമുക്ക് പോർട്ടലുള്ളവർക്ക് നമ്മുടെ ന്യൂ ഇന്ത്യയുടെ
ആപ്പിൽ കൂടി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ട് കൊണ്ടു ചെല്ലണം. അപ്പൊ ഈ വണ്ടി വില എങ്ങനെ കിടക്കുന്നത് നമുക്ക് മാറ്റാൻ പറ്റൂല, നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ദേ ഇവിടെ കാണിക്കും കണ്ടോ, 27,811 വരെയാണ് പരമാവധി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ ആ പരമാവധി അത് കൊടുത്തു. ടോട്ടൽ വണ്ടിക്ക് വില എത്രയുണ്ടെങ്കിലും 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം ആയപ്പോഴത്തേനും ഈ വണ്ടിക്ക് ഇത്രയും വിലയായി മാറി. ഈ വെഹിക്കിളിന്റെ കളർ കൊടുക്കണം. പേൾ ഇവിടെ ഉള്ളതിൽ പേള് മാത്രം, ബാക്കി പേളായിട്ടാണ് ഇവിടെ എടുത്തു കൊടുക്കുക. അതിനുശേഷം പേൾ വൈറ്റ് എന്നാ കിടക്കണം, അത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ RC ബുക്കിൽ കിടക്കും പോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഇത് പേൾ പ്രീഷ്യസ് വൈറ്റ് എന്നാണ് കൊടുക്കുന്നത്. അത് അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണം നമ്മളിവിടെ. അത് നമ്മൾ അടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ വന്നിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റ് അല്ലേന്ന് ഒന്നോടെ നോക്കിക്കോണം. ഇത് നമ്മളൊന്ന് ആദ്യം അടിച്ചു കൊടുത്ത നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് തന്നെ വരുള്ളൂ, അതേ സൈസ് വണ്ടി വേറെ ഒരിടത്തുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ ചേസിസ് നമ്പറിന്റെ എഞ്ചിൻ നമ്പറിന്റെ ലാസ്റ്റ് അക്കം നമ്മൾ ഒന്നോടെ 3 അക്കാണ് വരുള്ളൂ. അതും ഒന്നോടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേന്ന്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിക്കായിരിക്കും നമ്മൾ ഇൻഷുറൻസ് എടുക്കണത്. പിന്നെ NCB ഈ വണ്ടിക്ക് ഇല്ല, ഇത് പേര് മാറി വന്നത്, അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നോ വന്നിട്ടുണ്ട്. NCB ഉണ്ടെങ്കിൽ നമ്മൾ S കൊടുക്കുക, എന്നിട്ട് അടിച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് പേര് മാറി വന്ന വണ്ടിയാണ്, വേറെ ആള് മേടിച്ചേക്കണെയാണ്, ആദ്യത്തെ കസ്റ്റമർ അല്ല. ഇപ്പൊ നെയിം ഓഫ് പ്രീവിയസ് ഇൻഷുറർ അത് ഇഫ്കോ ടോക്കിയാണ്. പ്രീവിയസ് പോളിസി നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ല, അത് തന്നിട്ട് വേണം. അപ്പൊ നമ്മൾ നില്ലടിച്ചു ഉണ്ടെങ്കിൽ ഇവിടെ പോളിസി നമ്പർ അടിച്ചു കൊടുക്കുക. കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് 19/9 ഈ പോളിസി തീരൂന്ന് കാണിക്കുന്നുണ്ട്. അഡ്രസ് ഓഫ് ദി പ്രീവിയസ് ഇൻഷുറർ. മിക്കവാറും ഈ പഴയ ഇതിന്റെ അഡ്രസ് ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ കൊച്ചിനൊക്കെ ആയിരിക്കും, എറണാകുളമൊക്കെയാണ് ഈ പോളിസി എടുക്കണേ. കവറേജ് ഡീറ്റെയിൽസിൽ നമ്മൾ പാക്കേജ് ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് പാക്കേജ് ഇവിടെ ടിക്കായി കിടപ്പുണ്ട്. ലയബിലിറ്റി ആണെങ്കിൽ ലയബിലിറ്റി കൊടുക്കണം. ഇനി പുതിയ പോളിസി എൻഹാൻസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇവിടെ കൊടുക്കണം. അപ്പൊ കുറെ അഡീഷണൽ കാര്യങ്ങൾ കൂടെ ചോദിക്കും. അത് ഇനി ഒരു പോളിസി എൻഹാൻസ്മെന്റ് എടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് ഡസ് ദ ഓണർ ഡ്രൈവ് ദ വെഹിക്കിൾ. മിക്കവാറും ഓണർമാര് തന്നെയാണ് ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടെ യെസ് കൊടുക്കണം. അതിന് ലൈസൻസ് ഇല്ലാത്ത ആള്, അല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെയാണ് എടുത്തിട്ട് ആണുങ്ങൾ ഓടിക്കണു, അല്ലെങ്കിൽ വേറെ വിറ്റുപോയത്. ഇതിപ്പോ മേടിച്ചിരിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ട്, അയാൾ ഓടിക്കണയാണ്. അപ്പൊ അതുകൊണ്ട് യെസ് കൊടുത്തു. അപ്പൊ ലൈസൻസ് ടൈപ്പ് ചോദിക്കും. അത് വിത്തൗട്ട് വണ്ടിയുടെ ഗിയറിന്റെ ഒക്കെ അനുസരിച്ച് വിത്തൗട്ടോ വിത്തെന്നൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ വിത്തൗട്ട് ഗിയർ കൊടുത്തു. അത് ഈ ബൈക്കും സ്കൂട്ടറുകളും ഒക്കെ ഇല്ലേ, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടാ. പിന്നെ അത് ഏത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നും വന്നില്ല. നോമിനി നമ്മള് ഇവിടെ കൊടുക്കും. നോമിനിയുടെ നെയിം കൊടുക്കണം. നോമിനിയുടെ പേരറിയില്ല, അതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. അത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് അടിച്ചു കൊടുക്കും. ആയിട്ട് റിലേഷൻഷിപ്പ്, ഭാര്യയാണോ മകനാണോ എന്നുള്ളത് കൂടെ കൊടുക്കണം. അത് ആ ആള് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഇവിടെ കൊടുക്കണം. പിന്നെ ഇയാൾക്ക് 15 ലക്ഷം രൂപയുടെ PA പോളിസി ഉണ്ടോന്നാ ചോദിക്കുന്നത്. അത് ഇല്ല, നോ കൊടുത്തു. ഇവിടെ ഡു യു ഹാവ് PA പോളിസി വിത്ത് സം ഇൻഷുർഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 15 lakhs. പിന്നെയും ചോദിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 15 lakhs എങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോന്നാ ചോദിക്കുന്നത്. അപ്പൊ എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോളിസി നമ്പർ കമ്പനി നെയിം ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ ഇല്ല എന്നാണ് അടിച്ചു കൊടുക്കണത്. ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി കേട്ടോ. അന്നേരം ഇതിനകത്ത്
PF പോളിസിയുടെ പൈസ ആഡ് ചെയ്ത് വരൂല. ഈ പോളിസി പീരീഡ് അത് പുതിയ പോളിസി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് 3 വർഷം 5 വർഷം ഒക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കണേ. ഇവിടെ നമ്മൾ 1 ഇയർ കൊടുത്തു. പിന്നെ അഡീഷണൽ കവറേജ് അത് നമുക്കിപ്പോൾ ചില ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, 2 വീലറിലാണെങ്കിലും പുറകിലിരിക്കുന്ന ആൾക്ക് കിട്ടുമോ? ഇത് ഒരാളുടെ വണ്ടി ഒരാളുടെ പേറ്റിലാണ്, പുറകിൽ ഒരാൾ കൃത്യമായിട്ട് 2 പേരെ ഒരു വീട്ടിൽ നിന്ന് തന്നെ യാത്ര ചെയ്യണവരാണെങ്കിൽ നെയ്മഡ് പേഴ്സണ് വേണ്ടിയിട്ട് നമുക്ക് പേര് കൊടുത്തുകൊണ്ട് പുറകിലിരിക്കുന്ന ആൾക്ക് ഒരു കവറേജിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി അൺനെയ്മഡ് പേഴ്സൺ, നെയ്മഡ് പേഴ്സൺ കണ്ടോ, ഡു യു വാണ്ട് ടു ഇൻക്ലൂഡ് PA കവർ ഫോർ നെയ്മഡ് പേഴ്സൺ, അത് എസ് കൊടുത്താൽ അയാളുടെ പേരൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെ PA കവർ ഫോർ അൺനെയ്മഡ് പേഴ്സൺ അല്ലെങ്കിൽ പില്യൺ പാസഞ്ചർ എന്ന് വെച്ചാൽ പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എത്ര രൂപയുടെ കവറേജ് എടുക്കുന്നുണ്ടെന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇത്രയും വരെ 1 ലക്ഷം വരെയാണ്, എന്നാലും ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. PA കവറായിട്ട് അൺനെയ്മഡ് പേഴ്സണ് വേണമെങ്കിൽ കൊടുക്കാം. അന്നേരം 60 രൂപ എക്സ്ട്രാ, പ്രീമിയം കയറി വരും 50 രൂപ. പിന്നെ പെയ്ഡ് ഡ്രൈവർ, ഇത് വേറെ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കാറിനൊക്കെ ആണെങ്കിൽ പെയ്ഡ് ഡ്രൈവറെ വെച്ചുകൊണ്ട് നമുക്ക് പൈസ കൊടുത്തുകൊണ്ട് ഡ്രൈവർ വെക്കൂലോ. ഇതിപ്പോ 2 വീലർ ആയതുകൊണ്ട് അതൊന്നുമില്ല, ആള് തന്നെയാണ് ഓടിക്കണത്, അല്ലെങ്കിൽ വേറൊരാള്. അപ്പൊ നമുക്ക് പുറകിലിരിക്കുന്ന ആൾക്ക് നമ്മൾ കവറേജ് കൊടുക്കുന്നില്ല, നമ്മളൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ വായിച്ചു നോക്കിയാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒന്നോടെ ഒരു ചെറിയ സംശയമൊക്കെ വരുള്ളൂ, അത് വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്കൗണ്ട്, പുതിയ നമ്മളിപ്പം ഒരു പാക്കേജ് പോളിസിയൊക്കെയാണ് എടുക്കണമെങ്കിൽ നോ ക്ലെയിം ബോണസ് ഒന്നും ഇല്ല. നല്ല പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ 2 വീലറിന് ആരും ഡിസ്കൗണ്ട് കൊടുക്കാറില്ല, ഈ ഓഫീസിലൊന്നും കൊടുക്കാൻ സമ്മതിക്കാറില്ല. പക്ഷെ നല്ല മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട് 10% ഒക്കെ കൊടുക്കും നമുക്ക്. ഇല്ലെങ്കിൽ ഞാനൊന്നും ഡിസ്കൗണ്ട് കൊടുക്കാറില്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, വെഹിക്കിൾ ഏതെങ്കിലും കാര്യത്തിന് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണോ എന്നാ ചോദിക്കണേ. അല്ല, അങ്ങനെയുള്ള ആണെങ്കിൽ എസ് കൊടുക്കണം കേട്ടോ. കണ്ടിട്ടില്ലേ, അംഗവൈകല്യമുള്ള ആൾക്കാരൊക്കെ 2 വീലറൊക്കെ ഓടിച്ചു പോണേ, അവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത വണ്ടികളാണോന്നാ. പിന്നെ ഇത് ഡു യു വാണ്ട് ടു റെഡ്യൂസ് ഈ TPPD, ഇത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റഡ് ഓഫ് 6000, അങ്ങനെ 6000 രൂപ വരെ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോന്ന് അവർ ക്ലെയിം വന്നാല് അപ്പൊ നമ്മളത് നോ കൊടുത്തിട്ടേക്കുക. പിന്നെ ഈ വോളണ്ടറി എക്സസ് എത്ര വേണോന്ന് ചോദിക്കണേ. കൂടുതൽ കൊടുത്താൽ പ്രീമിയം കുറയും. നമ്മളിപ്പോ ഒരു 500 കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് മുകളിലേക്കുള്ള ക്ലെയിം വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അത് സാധാരണ 2 വീലറിന് 1000 രൂപയാണ് കൊടുക്കാറ്. 1000 രൂപയ്ക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 1000 രൂപ വരെ, ഇപ്പൊ 2000 രൂപയുടെ ഒരു ക്ലെയിം വന്നു, 1000 രൂപ കിട്ടൂല. പിന്നെ 1000 രൂപയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്യാൻ പോകില്ലല്ലോ ആൾക്കാര്. അപ്പൊ നമ്മളൊരു 1000 രൂപ റെഡ്യൂസ് ചെയ്തു. പിന്നെ ആർ യു എ മെമ്പർ ഓഫ് എനി ഓട്ടോമൊബൈൽ കമ്പനിയിലാണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അതില്ല, ഇയാൾക്ക് അതില്ല. പിന്നെ ഇൻ സൈഡ് കാർ അറ്റാച്ച്ഡ് ടു ദി 2 വീലർ, ഏതെങ്കിലും ഈ 2 വീലർ അംഗവൈകല്യം ഉള്ളവർക്കിടെയൊക്കെ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ കണ്ടിട്ടില്ലേ, സൈഡിൽ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ളതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിള്ളേരെ ഇരുത്താനോ, ഇതില്ല, നോ, അത് കൊടുത്തു. പിന്നെ ഫൈനാൻസിന്റെ ഡീറ്റെയിൽസ്, ഇത് വാഴക്കുളം സർവീസ് എന്ന് പറഞ്ഞുള്ള ഫൈനാൻസ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഉണ്ട്. ടൈപ്പ് നമ്മൾ ഹൈപ്പോത്തിക്കേഷൻ എഗ്രിമെന്റോ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ഏതെങ്കിലും കൊടുത്തു നമ്മൾ സേവ് ആൻഡ് കാൽക്കുലേറ്റ് കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ കോട്ട് നമ്പർ വരും. ഇത് അപ്പടി എഴുതി വെക്കുക. പുതിയ ഏജന്റുമാരാണെങ്കിലും ഇത് ഏതെങ്കിലും ഒരു അക്കം മാറിപ്പോയാൽ നമ്മളിവിടെ പിന്നീട് എടുക്കുമ്പോൾ മാനേജ് കോട്ട്, ഇത് നമ്മൾ സൈറ്റ് തുറന്ന് മാനേജ് കോട്ടിൽ ഈ കോട്ട് നമ്പർ അടിച്ചു കൊടുത്തിട്ടാണ് ഇനി ഫർദർ പ്രൊസീജിയർ ഒക്കെ ചെയ്യണേ. ഇപ്പൊ നമ്മള് ഇവിടം വരെയാണ് ശരിക്കും ഒരു പോളിസിയുടെ കോട്ട് ജനറേറ്റ് ചെയ്യണതിന്റെ പ്രൊസീജിയർ. ഇനി ഇതിപ്പം ഫോട്ടോയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ളതാ. അതിനു വേണ്ടിയിട്ട് അപ്രൂവ് ആൻഡ് പേ കൊടുത്ത് അയാളുടെ ID പ്രൂഫ് ചോദിക്കും. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ID പ്രൂഫ് ഒക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണേന്നുള്ളത്. നമ്മൾ ഇവിടെ കോട്ട് എഴുതി വെക്കുക. അതിനുശേഷം ബാക്കി പിന്നീട് കാണിച്ചു തരാം.